കൊച്ചി നിലയം അവതരിപ്പിക്കുന്നു ശത്രു. ശബ്ദസാന്നിധ്യം സർവശ്രീ സിദ്ദിഖ്, R.C. ഗോപാൽ, അബ്ദുള്ള നന്മണ്ട, D. പരമേശ്വരൻ പോറ്റി. സാങ്കേതിക സഹായം ജോസഫ് പ്രിൻസ്. നാടകരചനാ സംവിധാനം KV ശരത് ചന്ദ്രൻ. ശത്രു. അപ്പോൾ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ. ഇതിലെഴുതിയ മരുന്ന് തെറ്റിക്കരുത്. കർഫ്യൂവിൽ അയവ് വരുത്തിയെന്ന് കരുതി രാത്രിയിൽ ഇറങ്ങി ഉലാത്തരുത്. പിന്നെ ഞാൻ പറയണ്ടല്ലോ, മദ്യം കൈകൊണ്ട് പോലും തുടരുത്. മനസ്സിലായോ? ഇതാ ഈ ചീട്ട് പുറത്ത് സിസ്റ്ററിനെ കാണിക്കേ. എന്നാ ശരി ഡോക്ടർ. അങ്ങനെ ആവട്ടെ. ഓരോന്ന് വരുത്തി വെക്കുന്നതല്ലേ. ദൈവമേ, സമയം ഇത്രയും വൈകിയോ? സിസ്റ്റർ, പേഷ്യൻസിന് ആരെങ്കിലും ഉണ്ടോ? ഒരാൾ കൂടിയോ? എന്തായത് സിസ്റ്റർ? 6 മണിക്ക് ശേഷം ആർക്കും ടോക്കൺ കൊടുക്കണ്ടെന്ന് പറഞ്ഞല്ലേ? ശരി ശരി, അകത്തേക്ക് പറഞ്ഞു വിട്. അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. വരൂ, ഇരിക്കൂ. എന്താ പറയൂ. അത് പറഞ്ഞോളൂ, എന്താ പ്രശ്നം? അത് പിന്നെ കുറെ നാളായി ഉറക്കം തീരെ കിട്ടുന്നില്ല. തീരെ ഇല്ല എന്ന് പറഞ്ഞാൽ? ഇല്ല, തീരെ ഇല്ല. എത്ര കാലമായി ഈ പ്രശ്നം തുടങ്ങിയിട്ട്? ഒരു 6-7 മാസമായി കാണും. എന്നിട്ട് ആരെയും കാണിച്ചില്ലേ? കാണിച്ചു. ദാ ഇതൊക്കെ അതിൻ്റെതാ. നോക്കട്ടെ. ഐ സി. മിലിറ്ററി ഹോസ്പിറ്റലിൽ അജയ് ശർമ്മയുടെ പേഷ്യൻ്റ് ആയിരുന്നു അല്ലേ? നിങ്ങൾ പട്ടാളത്തിലാണോ? ആർമിയിലായിരുന്നു. 3 മാസം മുമ്പ് എൻ്റെ സർവീസ് തീർന്നു. ഐ സി. എന്താ ഈ മരുന്നുകൾ കഴിച്ചിട്ടും ഭേദമില്ലെന്നാണോ? അതെ ഡോക്ടർ. ഇതൊക്കെ നല്ല സ്ട്രോങ് ആയിട്ടുള്ള സെഡേറ്റീവ്സ് ആണല്ലോ. ചിലപ്പോഴൊക്കെ ഞാൻ ഡോസ് കൂട്ടി നോക്കിയിട്ടുണ്ട്. അപ്പോൾ മാത്രം ചെറിയൊരു മയക്കം കിട്ടും. മരുന്നിൻ്റെ ഡോസൊക്കെ സ്വന്തം ഇഷ്ടത്തിന് കൂട്ടുക എന്ന് വെച്ചാൽ അതൊക്കെ റിസ്ക്കാ. അതുപോട്ടെ, മറ്റെന്തെങ്കിലും പ്രശ്നങ്ങൾ? ഐ മീൻ, വീട്ടിലെന്തെങ്കിലും? ഇല്ല, വീട്ടിൽ ഞാൻ ഒറ്റയ്ക്കാണ്. ഒരുപക്ഷെ ഒറ്റയ്ക്കായതിൻ്റെ പ്രശ്നവും ആകാം. ടെസ്റ്റ് റിസൾട്ടുകളൊക്കെ വെച്ച് നോക്കുമ്പോൾ യു ആർ പെർഫെക്റ്റ്ലി ഓൾ റൈറ്റ്. നിങ്ങളെപ്പോലുള്ള ഒരാൾക്ക് ഉറക്കമില്ല എന്ന് വെച്ചാൽ അലോസരപ്പെടുത്താൻ മനസ്സിൽ ചിലതൊക്കെ ഉണ്ട് എന്നാണ് അർത്ഥം. അങ്ങനെയൊന്നും ഇല്ല ഡോക്ടർ. എന്നാലും എന്തെങ്കിലുമൊക്കെ കാണാതിരിക്കില്ല. ഞാൻ തുറന്നു ചോദിക്കുകയാണ്, ആർമിയിലിരിക്കെ ആരെയെങ്കിലും എപ്പോഴെങ്കിലും നിങ്ങൾക്ക് കൊല്ലേണ്ടി വന്നിട്ടുണ്ടോ? ഐ മീൻ, ശത്രുക്കളെ. കൊന്നിട്ടുണ്ട് പലവട്ടം. പക്ഷേ ഞാൻ കൊന്നൊടുക്കിയത് എൻ്റെ ശത്രുക്കളെയായിരുന്നുവോ? ഇല്ല, എനിക്കറിയില്ല. ഈ മറുപടിയിൽ എനിക്ക് തോന്നുന്നു നിങ്ങളുടെ പ്രശ്നങ്ങൾക്കുള്ള ഉത്തരമുണ്ടെന്ന്. നിങ്ങളുടെ മനസ്സിന് പിടിക്കാത്ത തൊഴിലിനോടുള്ള അതൃപ്തിയുണ്ടതിൽ. അങ്ങനെയൊന്നുമില്ല ഡോക്ടർ. ഒരുപക്ഷെ നിങ്ങളുടെ പ്രകൃതവുമായി യോജിച്ചു പോകുന്ന ഒന്നായിരിക്കില്ല സൈനിക ജീവിതം. വെടിപ്പുകയും ചോരയും ദുരിതവും മരണവും. ജോലിയിലിരിക്കെ നിങ്ങളതിൻ്റെ പ്രശ്നങ്ങൾ അനുഭവിച്ചു കാണില്ല. ഇപ്പോൾ മിലിറ്ററി സർവീസൊക്കെ മതിയാക്കി
ഒറ്റയ്ക്കിരിക്കുമ്പോൾ ഓരോന്ന് മനസ്സിലേക്ക് വരുന്നതാകാം. ഡോക്ടർക്ക് അറിയില്ല എൻ്റെ കാര്യങ്ങൾ. ചോരച്ചെളിയിൽ നന്നേ ചെറുപ്പത്തിൽ തന്നെ മുങ്ങി നിവർന്നവനാണ് ഞാൻ. നിങ്ങൾ എന്താ പറഞ്ഞു വരുന്നത്? അതെ ഡോക്ടർ, പട്ടാളത്തിലെത്തുന്നതിന് മുമ്പ് മനുഷ്യനെ കൊന്ന് അറപ്പ് മാറിയവനാണ് ഞാൻ. കോളേജിൽ പഠിക്കുമ്പം കൊന്നു ഞാനൊരുത്തനെ രാത്രിയിൽ. അവൻ്റെ മുഖം പോലും എനിക്ക് ഓർമ്മയില്ല, ആരാണതെന്ന് പോലും എനിക്കറിയില്ല. എൻ്റെ പാർട്ടിക്കാർ പറഞ്ഞു ഞാനത് ചെയ്തു. ആ കേസിൽ നിങ്ങൾ ശിക്ഷിക്കപ്പെട്ടില്ലേ? പ്രതിസ്ഥാനത്ത് എൻ്റെ പേരുണ്ടായിരുന്നില്ല. എനിക്ക് പകരം പാർട്ടി നിർദ്ദേശിച്ച മറ്റൊരാൾ പ്രതിയായി. മാസങ്ങൾക്ക് ശേഷമാണ് ഞാൻ ആർമിയിൽ ജോയിൻ ചെയ്യുന്നത്. കൊലപാതകം മാപ്പർഹിക്കാത്ത കുറ്റം തന്നെ. എന്നാൽ തിരിച്ചറിവ് നേടാത്ത പ്രായത്തിലാണ് നിങ്ങളത് ചെയ്തത്. തീർന്നില്ല ഡോക്ടർ. പാർട്ടിക്കാര് പിന്നെയും എന്നെ തേടി വന്നു. പഴയ ഒരു കൊലപാതകത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്തി അവരെന്നോട് പ്രത്യുപകാരം ആവശ്യപ്പെട്ടു. അതും ഒരു കൊലയായിരുന്നു. പട്ടാളത്തിൽ നിന്ന് ലീവിൽ നാട്ടിൽ പോയപ്പോൾ ഇരുട്ടിൽ അവർ ചൂണ്ടിക്കാണിച്ചു തന്ന അവരുടെ രാഷ്ട്രീയ പ്രതിയോഗിയെ എനിക്ക് ഓർമ്മയുണ്ട്. ഉരുകിത്തുടങ്ങിയ വെണ്ണപ്പാളിയിൽ കത്തി താഴ്ത്തുന്നത്ര ലാഘവത്തിലാണ് ഞാനത് ചെയ്തത്. എന്നിട്ട് ആ കേസിലും നിങ്ങൾ രക്ഷപ്പെട്ടു? ആ കേസ് ഒരിക്കലും തെളിയാൻ പോണില്ലെന്ന് എനിക്കുറപ്പുണ്ടായിരുന്നു. അപ്പോഴേക്കും പാർട്ടിക്ക് ഭരണവും സ്വാധീനവുമൊക്കെ ആയിക്കഴിഞ്ഞിരുന്നല്ലോ. അതിൽ പിന്നെ നാട്ടിൽ പോയിട്ടില്ല ഞാൻ. സർവീസ് കഴിഞ്ഞിട്ടും ഇവിടെ തന്നെ തുടരുകയാണ്. അതിപ്പോ മണ്ടത്തരമായിന്ന് തോന്നുന്നുണ്ടാവും ഇല്ലേ? നനച്ചിരിക്കാതുള്ള ഗ്രനേഡ് ആക്രമണം, നിശാനിയമങ്ങൾ, കൂട്ടക്കുരുതി, അങ്ങനെ എന്നും പ്രശ്നമല്ലേ ഇവിടെ? എന്നാലും കുഴപ്പമില്ല. നാട്ടിലെത്തിക്കഴിഞ്ഞാൽ പാർട്ടിക്കാരെന്നെ അന്വേഷിച്ചു വരും. കൊല്ലും കൊലയും ചെയ്ത് അറപ്പ് മാറിയവനാണല്ലോ ഞാൻ. പഴയ 2 കൊലപാതകങ്ങളുടെ തെളിവുകൾ നിരത്തി അവരെന്നെ കാത്തിരിക്കുകയാവും. എന്തു ചെയ്യാം? ചിലരുണ്ട്, ശാപം കിട്ടിയ ചിലർ, ജന്മം മുഴുവൻ ചോരയുടെ മണവും പേറി നടക്കാൻ വിധിക്കപ്പെട്ടവർ. എൻ്റേത് അങ്ങനെ ഒരു ജന്മമായി പോയി ഡോക്ടർ. ഞാൻ ചെന്നിടത്തൊക്കെ ചോരപ്രളയമായിരുന്നു. യുദ്ധങ്ങൾ, ടെററിസ്റ്റ് ഓപ്പറേഷനുകൾ, എല്ലായിടത്തും ചോര. ശത്രുവിൻ്റെ നെഞ്ചും ശിരസും ലക്ഷ്യമാക്കി എൻ്റെ തോക്കിൽ നിന്നും എത്രയോ വെടിയുണ്ടകൾ ചീറിപ്പോയി. ചോരയായിരുന്നു എല്ലായിടത്തും. ട്രെഞ്ചുകളിൽ, ബാരക്കുകളിൽ, എല്ലായിടത്തും ചോരപ്പുഴകൾ ഏറെ കണ്ടു അല്ലേ? പക്ഷേ അന്നൊക്കെ ചോരയുടെ ഗന്ധം എന്നെ ലഹരി പിടിപ്പിച്ചിരുന്നു. ജഡങ്ങൾ ചവിട്ടി മാറ്റി മുന്നേറുമ്പോൾ ഞാൻ ഉന്മാദിയെപ്പോലിരുന്നു. രാത്രി ഉറങ്ങും മുമ്പ് എൻ്റെ പട്ടാള യൂണിഫോമിൽ പുരണ്ട ചോരയുടെ മത്ത് പിടിപ്പിക്കുന്ന മണം ഞാൻ ആസ്വദിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഉറക്കമില്ലാത്ത ഈ രാത്രികളിൽ വെറുതെ കിടക്കുമ്പോൾ അതേ ഗന്ധം ഇപ്പോഴും എന്നെ തേടിയെത്തുന്നു. പക്ഷേ ഇപ്പോഴതിന് മനം പുരട്ടുന്ന ഗന്ധമാണ്. അപ്പോ ഞാൻ ഊഹിച്ചത് ശരിയായി. ചോര പുരണ്ട നിങ്ങളുടെ ഭൂതകാലം തന്നെയാണ് നിങ്ങൾക്ക് ഉറക്കം നിഷേധിക്കുന്നത്. പക്ഷേ ഞാൻ ഇതൊക്കെ ചെയ്തത് എനിക്ക് വേണ്ടിയായിരുന്നില്ലല്ലോ. ആദ്യം എൻ്റെ പാർട്ടിക്ക് വേണ്ടി, പിന്നീട് എൻ്റെ രാജ്യത്തിന് വേണ്ടി. പിന്നെ ഞാൻ എന്തിനു ഖേദിക്കണം? എന്തിനുറങ്ങാതിരിക്കണം? ഈ ന്യായം മനസ്സിനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുകയല്ലേ വേണ്ടത്? പറഞ്ഞു നോക്കി സാർ, പക്ഷേ ഫലമില്ല. തിരിഞ്ഞു നോക്കുമ്പോൾ ആശ്വസിക്കാൻ വക നൽകുന്ന ഒന്നും എൻ്റെ ജീവിതത്തിലില്ല. ചോര ചിതറിത്തെറിച്ച പച്ചമാംസം കണ്ട് കണ്ട് എൻ്റെ മനസ്സാകെ മരവിച്ചു പോയി ഡോക്ടർ. ചെയ്തു കൂട്ടിയതൊക്കെ കശാപ്പുകൾ മാത്രം. സ്വയം നിന്ദ ഒന്നിനും പരിഹാരമാകുന്നില്ല. പിന്നെ നിങ്ങൾ അനുഭവിച്ച ഈ പ്രശ്നങ്ങൾ ഏറെക്കുറെ എല്ലാ സൈനികരും നേരിടുന്നുണ്ടല്ലോ. പിന്നെന്താ നിങ്ങൾക്ക് മാത്രം ഇങ്ങനെ? എൻ്റേത് അല്പം വ്യത്യസ്തമാണ് ഡോക്ടർ. ആരോടും പങ്കുവയ്ക്കാത്ത ചില അനുഭവങ്ങൾ കൂടി നിങ്ങൾക്കുണ്ട് എന്നെനിക്ക് തോന്നുന്നു. ശരിയാണ് ഡോക്ടർ. പട്ടാള ജീവിതത്തിൽ നിന്ന് പറയാൻ ഒരു സംഭവം കൂടിയുണ്ട്. മറ്റൊരു കശാപ്പിൻ്റെ കഥ അല്ലേ? ഇത് ഒരു രാത്രിയുടെ കൂടി കഥയാണ്. നശിച്ച ഒരു രാത്രിയുടെ. എൻ്റെ ഉറക്കമില്ലാത്ത രാത്രികൾ
ആ ഒരു രാത്രിയിൽ നിന്ന് തുടങ്ങുന്നു. ഡോക്ടർക്ക് വൈകില്ലെങ്കിൽ, മുഷിയില്ലെങ്കിൽ ആ രാത്രിയെക്കുറിച്ച് ഞാൻ പറയാം. ഇന്ന് എന്നെ കാണാനെത്തിയ അവസാനത്തെ രോഗിയാണ് നിങ്ങൾ. ധൃതി പിടിച്ച് വീട്ടിലേക്ക് പോയിട്ട് എനിക്കൊന്നും ചെയ്യാനില്ല താനും. പിന്നെ നിങ്ങളുടെ പഴയ കഥകൾ അറിയുന്നത് ഏതെങ്കിലും രീതിയിൽ ചികിത്സയ്ക്ക് ഗുണം ചെയ്താലോ? എങ്കിൽ ഞാൻ പറയാം സാർ. അതിർത്തിയിലെ വനപ്രദേശങ്ങളിലൂടെ ഒരു സംഘം ടെററിസ്റ്റുകൾ നമ്മുടെ ടെറിട്ടറിയിലേക്ക് നുഴഞ്ഞു കയറുന്നുവെന്ന ഇൻ്റലിജൻസ് റിപ്പോർട്ട് അനുസരിച്ചുള്ള പ്രത്യേക ഓപ്പറേഷനായിരുന്നു അന്നത്തേത്. അർദ്ധരാത്രി കഴിഞ്ഞു കാണും. പതിഞ്ഞിരുന്ന് കാണുന്ന മാത്രയിൽ അവരെ അറ്റാക്ക് ചെയ്യുക എന്നതായിരുന്നു ഓപ്പറേഷൻ സ്ട്രാറ്റജി. ഞങ്ങളുടെ റെജിമെൻ്റ് ആ രാത്രിയിൽ ഭീകരപ്രവർത്തകരെയും തേടിയിറങ്ങി. പെട്ടെന്ന് 4-5 പേർ ആർമിയുടെ സെർച്ച് ലൈറ്റിൻ്റെ വെട്ടത്തിൽ ഞങ്ങൾക്ക് മുന്നിൽ ഓടി മറഞ്ഞു. വെടിയുതിർത്തുകൊണ്ട് ഞങ്ങൾ അവരെ പിന്തുടർന്നു. മരങ്ങൾക്കിടയിൽ മറഞ്ഞു നിന്ന് അവർ ഞങ്ങളെ തിരിച്ചും വെടിവെച്ചു. അവരെ കണ്ടതും ഞാൻ മുൻപിൻ നോക്കാതെ മുന്നോട്ട് അഡ്വാൻസ് ചെയ്ത് അങ്ങനെ പോവുകയായിരുന്നു. കാട്ടിലെവിടെയോ വെച്ച് എനിക്ക് മുന്നിൽ വഴികൾ അടഞ്ഞു. ലക്ഷ്യവും ദിശയും ഒക്കെ തെറ്റി. എങ്ങോട്ടുമില്ലാതെ ഞാൻ കുറേ നേരം നടന്നു, പിന്നെ ഓടി. അപ്പോഴേക്കും ഞാൻ എൻ്റെ കൂട്ടാളികളിൽ നിന്നും ഒറ്റപ്പെട്ട് കഴിഞ്ഞിരുന്നു. 1-2 വട്ടം ഞാൻ ഉറക്കെ വിളിച്ചു കൂവി. ഉത്തരവൊന്നും ഉണ്ടായില്ല. എന്നിട്ടെന്തുണ്ടായി? അതിർത്തി മുറിച്ച് ശത്രു രാജ്യത്തിലെത്തി നിൽക്കുന്നത് പോലെ പിന്നീട് എനിക്ക് തോന്നി. പതിഞ്ഞ ചുവടുകളുമായി അലക്ഷ്യമായി ഞാൻ നടന്നു. ഇരുട്ടിൽ നിന്നും ഏത് നിമിഷവും എന്നെ ലാക്കാക്കി വെടിയുണ്ടകൾ ചീറി വരും എന്ന് തന്നെ ഞാൻ കരുതി. കുറച്ചു നേരം അങ്ങനെ നടന്നു നീങ്ങിയപ്പോൾ എനിക്ക് കാടിന് പുറത്ത് കിടക്കാനായി. കാടിന് പുറത്ത് മങ്ങിയ നിലാവട്ടം ഉണ്ടായിരുന്നു. കാടിന് പുറത്ത് കടന്നതും എങ്ങോട്ടെന്നില്ലാതെ ഓടാനാണ് എനിക്ക് തോന്നിയത്. ജീവിതത്തിൽ ഒരിക്കലും അനുഭവപ്പെടാത്ത ഒരു ഉൾഭയം എനിക്ക് തോന്നി. ഭീകരമായ ആ ഏകാന്തതയിൽ ഒരു ചെകുത്താനെങ്കിലും കൂട്ടിനുണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആശിച്ചു. ഭയവും കിതപ്പും തണുപ്പും കൊണ്ട് ഞാൻ ആകെ അവശനായി കഴിഞ്ഞിരുന്നു. പെട്ടെന്നാണ് അവൻ നിലാവെളിച്ചത്തിൽ എൻ്റെ മുന്നിൽ വന്ന് പെട്ടത്. കൂട്ടം തെറ്റി, വഴി തെറ്റി, എന്നെപ്പോലെ ഒറ്റപ്പെട്ട് എങ്ങോട്ടെന്നില്ലാതെ ഓടുകയായിരുന്നു അവൻ. വേട്ടപ്പട്ടികൾ ഓടിച്ച് തളർത്തിയ വന്യമൃഗത്തെ പോലെ അവൻ കിതയ്ക്കുന്നുണ്ടായിരുന്നു. വല്ലാതെ കിതയ്ക്കുന്നുണ്ടായിരുന്നു. कौन आता है? पहचान के लिए आके बट हाथ ऊपर करो. Hands up. ആയുധങ്ങൾ താഴെയിടാനാ പറഞ്ഞത്. or I will shoot you. പറഞ്ഞത് കേട്ടില്ലേ? കൈ ഉയർത്തി നിൽക്കാൻ. ഇല്ല, എന്റെ കയ്യിൽ ഒന്നുമില്ല. ആ ബാഗ് താഴെയിടാനാ പറഞ്ഞത്. ഇല്ല, അതിൽ ആയുധമൊന്നുമില്ല. ബാഗ് താഴെ ഇടാനല്ലേ പറഞ്ഞത്? എന്നിട്ട് അങ്ങോട്ട് മാറി നിൽക്ക്. മാറി നിൽക്കാൻ. മാറി നിൽക്കാം. ഇനി പറയ്, ആരാ നീ? പറഞ്ഞത് കേട്ടില്ലേ? ഏതാനും മിനിറ്റുകൾക്ക് മുമ്പ് പരസ്പരം വെടിയുതിർത്തവരാണ് നമ്മൾ. എനിക്കെൻ്റെ ആയുധങ്ങൾ നഷ്ടപ്പെട്ടു. നിങ്ങൾക്കിനി കാര്യങ്ങൾ എളുപ്പമായി. പക്ഷേ വെടിവെച്ചിടും മുമ്പേ നിങ്ങൾ എനിക്ക് കുറച്ച് വെള്ളം തരണം. എന്തൊരു ദാഹമാണിത്. ശത്രുവിന്റെ ദാഹം തീർക്കാനല്ല എന്നെ ഇങ്ങോട്ട് അയച്ചിരിക്കുന്നത്. അറിയാം. പക്ഷേ നിങ്ങളുടെ മുമ്പിൽ കീഴടങ്ങി നിൽക്കുന്ന ഞാൻ യുദ്ധത്തടവുകാരോട് പാലിക്കേണ്ട നീതിയാണ് ആവശ്യപ്പെടുന്നത്. ഇതാണോ യുദ്ധം? അതിർത്തിയിലൂടെ ഒളിച്ചു കടന്നു വന്ന് നിരപരാധികളെ കൊന്നൊടുക്കുന്നതാണോ നിന്റെ യുദ്ധം? മരിച്ചു വീഴുന്നത് എന്തിനാണെന്ന് പോലും അറിയാത്ത പാവപ്പെട്ട മനുഷ്യരോട് നിങ്ങൾ പാലിക്കാത്ത നീതി നിങ്ങൾക്കെങ്ങനെ തിരിച്ചു പ്രതീക്ഷിക്കാനാവും? എങ്കിൽ പറയേ, എവിടെയാണ് നീതി പുലരുന്നത്? നിങ്ങളുടെ രാജ്യത്തോ? നിർത്ത്. ഇനിയും ശബ്ദമുയർന്നാൽ ആ നിമിഷം തീരുമെല്ലാം. എന്തിനാണ് ഇത്രയും താമസം?
വെടിവെച്ചിട്ടോളൂ. നിന്റെ നെറ്റിയിൽ തൊട്ടിരിക്കുന്ന ഈ തോക്കിന്റെ കാഞ്ചിയുണ്ടല്ലോ, അതിപ്പോഴെന്റെ ചൂണ്ടുവിരലിൽ കുരുങ്ങി നിൽക്കുകയാണ്. ചെറുതായി ഒന്ന് അമർത്തുകയേ വേണ്ടൂ. തുള വീണ തലച്ചോറുമായി നീ ഇവിടെ മലച്ച് വീഴും. ഞാൻ ഇപ്പോഴത് ചെയ്യാതിരിക്കുന്നുവെങ്കിൽ അതിനർത്ഥം നീ എന്നേക്കുമായി രക്ഷപ്പെട്ടു എന്നല്ല. ഈ നശിച്ച രാത്രി ഒന്ന് കടന്നു പോകട്ടെ. കാര്യങ്ങൾ ഇത്രയും വൈകിക്കുന്നത് എന്തിനാണെന്നാണ് എനിക്ക് മനസ്സിലാകാത്തത്. മിണ്ടരുത്, മാറിയിരിക്കേ. കുറെ കൂടി മാറി. പറഞ്ഞത് കേട്ടില്ലേ? നിങ്ങളിത് ആരെയാണ് പേടിപ്പിക്കുന്നത്? സ്വന്തം വിധി എന്താണെന്ന് എനിക്കറിയാം. ആ വിധി നടപ്പാക്കേണ്ടത് നിങ്ങളെപ്പോലൊരു ഭീരുവായി പോയത് എന്റെ നിർഭാഗ്യം. വെടി. ഇല്ല, സമയമായിട്ടില്ല. ഞാൻ നിശ്ചയിക്കുന്ന എന്റെ സമയത്താണ് ഞാനത് നിർവഹിക്കുക. മരണം തീർച്ചയായ സ്ഥിതിക്ക് എനിക്കിപ്പോ വേണേൽ ഒരു രക്ഷപ്പെടൽ ശ്രമം നടത്തി നോക്കാവുന്നതേ ഉള്ളൂ. ഇനിയിപ്പോ ആ ശ്രമം പരാജയപ്പെട്ടാലും മരണത്തിൽ കൂടുതലായ ഒരു ശിക്ഷ നിങ്ങൾക്ക് എനിക്ക് തരാനുമാവില്ല. ചിലപ്പോ ഞാൻ രക്ഷപ്പെടാനും മതി. ജീവിതത്തെക്കുറിച്ച് പ്രതീക്ഷകൾ വല്ലതുമുണ്ടെങ്കിൽ ആദ്യമേ പറഞ്ഞേക്കാം, അത് വേണ്ട. ഈ തോക്കും ഇതിനകത്തെ വെടിയുണ്ടകളും നിനക്കുള്ളതാണ്, അത് മറക്കരുത്. കൊല്ലാൻ വേണ്ടി മുഹൂർത്തം നോക്കിയിരിക്കുന്നതിന്റെ യുക്തിയാണ് എനിക്ക് മനസ്സിലാകാത്തത്. എനിക്കതിന് എൻ്റെതായ യുക്തികളുണ്ട്. ഇപ്പോൾ നീ ജീവിച്ചിരിക്കേണ്ടത് എൻ്റെ ആവശ്യമാണ്. ചുരുങ്ങിയ പക്ഷം പകൽ വെളിച്ചമെത്തുന്നത് വരെ. ഒന്നാമത് ഇത് ഏതാ സ്ഥലമെന്ന് എനിക്ക് നിശ്ചയം പോരാ. സത്യം പറയേ, ഇതേതാ സ്ഥലം നിനക്കറിയില്ലേ? അത് ശരി, അപ്പോൾ അതാണ് കാര്യം അല്ലേ? ഞങ്ങൾക്ക് മുമ്പിൽ ലക്ഷ്യം മാത്രമേ ഉള്ളൂ, തകർക്കേണ്ട ലക്ഷ്യങ്ങൾ. ഞങ്ങൾക്ക് ലക്ഷ്യങ്ങളിലേക്കുള്ള വഴികൾ വഴിക്കില്ല. വഴി പിഴച്ചാലും നക്ഷത്രങ്ങൾ വഴികാട്ടും, ചിലപ്പോ കാറ്റ്. ഇതൊന്നുമല്ലെങ്കിൽ മനസ്സ് തന്നെ വഴികാട്ടിയാവും. എങ്കിൽ പറയേ, ഇപ്പോഴെന്താ നിന്റെ മനസ്സ് പറയുന്നത്? എവിടെയാ ഇപ്പോ നമ്മൾ? നിന്റെ പ്രദേശത്തോ അതോ? പറയണം, പറയാൻ. എവിടെയാ നമ്മളിപ്പോ? പറയടാ. ഇല്ല, പറയൊന്ന് ഞാനൊന്ന് നോക്കട്ടെ. പറയാൻ ഇല്ല. നിങ്ങളുടെ തോക്കിനോ വെടിയുണ്ടകൾക്കോ ഒന്നിനും ഞങ്ങളുടെ ദൃഢനിശ്ചയങ്ങളെ തകർക്കാനാവില്ല. ക്യാമ്പുകളിൽ ഇതിലേറെ പീഡനങ്ങൾ സ്വയം അനുഭവിച്ച് സഹനം എന്തെന്ന് പഠിക്കുന്നവരാണ് ഞങ്ങൾ. അതുകൊണ്ട് മർദ്ദനങ്ങൾ വേണ്ട, തളരുന്നത് നിങ്ങളായിരിക്കും. എന്നാ പറയ, ഇതേതാ പ്രദേശം? നിങ്ങളുടെയോ അതോ? പറ. ഞാൻ പറയുന്നത് സത്യമാണ്. ഇതേതാ സ്ഥലമെന്ന് എനിക്ക് തിരിച്ചറിയാനാകുന്നില്ല. ഇക്കാര്യത്തിൽ നിങ്ങൾക്ക് എന്നെ വിശ്വസിക്കാം. ഞാനെങ്ങനെ നിന്നെ വിശ്വസിക്കും? പറയുന്നത് കേൾക്ക്. എന്റെ പ്രദേശമാണിതെങ്കിൽ എന്റെ ആൾക്കാർ ഏറെ ദൂരത്തല്ലാതെ നമ്മെ വലയം ചെയ്ത് നിൽപ്പുണ്ടാവും. ഒരലർച്ച അല്ലെങ്കിൽ ഒരു ചൂളം വിളി. നിങ്ങളുടെ തോക്ക് ഗർജിക്കുന്നതിന് മുമ്പ് എനിക്ക് അതിനുള്ള സാവകാശമൊക്കെ കിട്ടും. എനിക്കിപ്പോ തോന്നുന്നു പുലരും വരെ കാത്തിരിക്കാനുള്ള നിങ്ങളുടെ തീരുമാനമാ ശരിയെന്ന്. എന്റെ പ്രദേശമാണെങ്കിൽ വെടിയൊച്ച കേൾക്കുന്ന മാത്രയിൽ അവരെവിടെ എത്തും. നോക്കൂ സുഹൃത്തെ, ഇപ്പോൾ നിങ്ങൾ എന്ത് ചെയ്താലും അത് സാഹസമായിരിക്കും. ഇനിയിപ്പോ എന്നെ കൊന്നിട്ട് രക്ഷപ്പെടാമെന്ന് വിചാരിച്ചാലും നിങ്ങൾ എത്തിച്ചേരുന്നത് എൻ്റെ ആൾക്കാരുടെ മുമ്പിലാകും. അതുകൊണ്ട് ക്ഷമാപൂർവം കാത്തിരിക്കുക. നമ്മുടെ ഈ സംസാരം പോലും ചിലപ്പോൾ അനർത്ഥങ്ങൾ ക്ഷണിച്ചു വരുത്തും. പറഞ്ഞു പേടിപ്പിച്ച് രക്ഷപ്പെടാം എന്നായിരിക്കും മനസ്സിൽ, അല്ലേ? അല്ല സുഹൃത്തെ, അല്ല. ഇത് മരണത്തിന്റെ ഒരു കസേര കളിയാണ്. നമ്മളിൽ ആർക്കും എന്തും സംഭവിക്കാവുന്ന കളി. രണ്ടുപേരും കരുതലോടെ കളിക്കേണ്ട കളി. കൊല്ലാനും മരിക്കാനും ഒരുമ്പിട്ട് വന്ന ചാവേർ പടയാളിക്കും മരണഭയം, അല്ലേ? വിശുദ്ധമായ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി ജീവൻ വെടിയുന്നതും മണ്ടത്തരം കാട്ടി മരിക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. അർത്ഥശൂന്യമായ ഒരു മരണം കൊണ്ട് എന്ത് കാര്യം? അർത്ഥശൂന്യമായത് നീ ഇപ്പൊ പറഞ്ഞ വിശുദ്ധ ലക്ഷ്യമാണ്. നിനക്കും നിന്റെ കൂട്ടാളികൾക്കും ഒരിക്കലും എത്തിപ്പിടിക്കാനാവാത്ത ലക്ഷ്യമാണത്. തർക്കിച്ച് ജയിക്കാൻ എനിക്ക് താല്പര്യമില്ല. പിന്നെ ഇതുവരെയായിട്ടും ഞാൻ ചോദിച്ചത് നിങ്ങൾ തന്നില്ല. എന്താ? ഒരല്പം വെള്ളം. ആ, വെള്ളം തരാം. പക്ഷേ നീ നേരത്തെ പറഞ്ഞ നീതിയുടെ പേരിലല്ല, ഈ രാത്രി തീരുന്നതിനൊപ്പം ഇല്ലാതാകുന്ന ഒരു മനുഷ്യന്റെ അവസാനത്തെ ആഗ്രഹത്തിന്റെ പേരിൽ. ഇതാ, കുടിച്ചോളൂ. ഹാവൂ, നന്ദിയുണ്ട്. ജീവിതത്തിൽ ഇങ്ങനെയൊരു ദാഹം ഉണ്ടായിട്ടില്ല.
ഇപ്പൊ സമയം എത്രയായി കാണും? ആ, അർദ്ധരാത്രിയൊക്കെ കഴിഞ്ഞു കാണും. ഇനിയുമുണ്ട് 5-6 മണിക്കൂറുകൾ അല്ലേ? ഉം. വിരോധമില്ലെങ്കിൽ ഈ പാറപ്പുറത്ത് കിടന്ന് ഇത്തിരി നേരം ഉറങ്ങാൻ എന്നെ അനുവദിക്കണം. വേണ്ട, അതൊന്നും വേണ്ട. എൻ്റെ മറ്റൊരു അന്ത്യാഭിലാഷമാണ്, തള്ളിക്കളയരുത്. ഇവിടെ ഈ പാറപ്പുറത്ത് ആകാശവും നോക്കി അങ്ങനെ ഉറക്കത്തിലേക്ക് വീണുപോവുക. നിങ്ങളുടെ സമയമാവുമ്പോൾ വിളിച്ചുണർത്തിക്കൊള്ളൂ, അല്ലെങ്കിൽ വിളിച്ചുണർത്തണമെന്ന് പോലുമില്ല. ഇതാ ഈ നെഞ്ചിലാക്കാക്കി ഒരൊറ്റ വെടി, ഠോ, അത്ര തന്നെ. ഉറക്കത്തിൽ മരിക്കാനാവുക ഒരു ഭാഗ്യമല്ലേ? ആ ഭാഗ്യം നിങ്ങൾ എനിക്ക് തരില്ലേ? നാശം. ഉറങ്ങണമെങ്കിൽ ഉറങ്ങ. മരിക്കാൻ പോകുന്നവന് 4-5 മണിക്കൂർ കാവൽ നിൽക്കാൻ ബുദ്ധിമുട്ടില്ല. ഇത്രയും ഔദാര്യം ശത്രുവിനോട് അധികമാരും കാണിക്കാറില്ല കേട്ടോ. ഹാവൂ, നോക്കിയേ ആകാശം, മഞ്ഞും നിലാവും വിളറിയ നക്ഷത്രങ്ങളും. അപ്പോ പറഞ്ഞ പോലെ ഗുഡ് നൈറ്റ്. ശുഭരാത്രിയും നേർന്ന് അവൻ പെട്ടെന്ന് ഉറക്കത്തിലേക്ക് വീണു. ഞാൻ കരുതലോടെ തന്നെ അവന് കാവലിരുന്നു. സത്യം പറഞ്ഞാൽ ആ രാത്രിയിൽ എൻ്റെ കൂടെ അവനുള്ളത് വലിയ ഒരു ആശ്വാസമായി തോന്നി. ഏതായാലും പുലരും വരെ ജീവനോടെ ഇരിക്കട്ടെ എന്ന് ഞാൻ കരുതി. നല്ല തണുപ്പായിരുന്നു. അതിനിടെ ഞാനും ഒന്ന് മയങ്ങിപ്പോയോ എന്തോ. ശബ്ദം കേട്ട് ഞെട്ടി ഉണർന്ന് നോക്കുമ്പോഴുണ്ട് ഉറക്കമൊക്കെ മതിയാക്കി അവൻ എന്നെയും നോക്കിയിരിക്കുന്നു. അല്ല, ഇങ്ങനെ ഉറങ്ങിയാലോ? ഏ? ആ, പറഞ്ഞിട്ട് കാര്യമില്ല. രാത്രി കുറേ നേരം ഞങ്ങൾക്ക് പിറകെ ഓടിയതല്ലേ, ക്ഷീണം കാണും. പോരാത്തതിന് നല്ല കാറ്റും തണുപ്പും. ചെറുതായൊന്നും മയങ്ങിപ്പോയി. ആ, മയക്കമൊന്നുമല്ല, നല്ല ഉറക്കമായിരുന്നു. ഒരു 10 മിനിറ്റ് നേരമായി ഞാൻ നിങ്ങൾ ഉറങ്ങുന്നത് നോക്കിയിരിക്കുന്നു. ഇത്തരമൊരു ഘട്ടത്തിലും ഇങ്ങനെ ഉറങ്ങാൻ കഴിയുന്നത് ഒരു അനുഗ്രഹം തന്നെ. അല്ല, ഉറങ്ങണമെന്നും പറഞ്ഞ് കിടന്നിട്ട് എന്തോ ഉറക്കം ശരിയായില്ല. അവസാനത്തെ രാത്രിയല്ലേ, ഉറങ്ങി തീർക്കേണ്ടെന്ന് തോന്നി. കണ്ണു തുറന്ന് ഓരോന്ന് ആലോചിച്ച് ആകാശവും നോക്കിക്കിടന്നു. അങ്ങനെ നോക്കുമ്പോൾ ആകാശത്തിന് മുമ്പില്ലാത്ത ഭംഗി, നക്ഷത്രങ്ങളുടെ വിളർച്ച മാറി തിളക്കം വർദ്ധിച്ച പോലെ. ആ, അവസാനത്തെ കാഴ്ചകളായതുകൊണ്ടായിരിക്കും. എന്തൊരു തണുപ്പാണിത്. തണുപ്പ് ഇനിയും കൂടും. അല്ല, പുലരാൻ ഇനി എത്ര നേരം കാണും? 2 അതോ 3? ഏതാണ്ട് എത്രയൊക്കെ കാണും. എന്താ, സമയമെടുത്ത് വരുമ്പോൾ ഭയം തോന്നുന്നുണ്ടോ? ഏയ്, അതല്ല. എൻ്റെ കയ്യിൽ ഏതാനും സിഗരറ്റുകളുണ്ട്. പുലരും വരെ വലിക്കാനുണ്ടാവും. തണുപ്പിന് നല്ലതായിരിക്കും. ഇതാ, എടുത്തോളൂ. വേണ്ട. എന്താ, നിങ്ങൾ വലിക്കാറില്ലേ? വലിക്കാറൊക്കെ ഉണ്ട്, എന്നാലും വേണ്ട. ഓ, അത് ശരി. ശത്രുവിൻ്റെ ഔദാര്യം സിഗരറ്റായി പോലും വേണ്ടെന്ന്. അല്ല, മരണം തൊട്ട് മുമ്പിലെത്തി നിൽക്കുമ്പോൾ എന്തിനാ ഇങ്ങനെയൊരു വാശി? പുലരുമ്പോൾ മരണം വന്നെടുക്കുന്നത് നിന്റെ അടുത്താണ്, എൻ്റെ അടുത്തല്ല. ഓ, അത് ശരിയാണ്. എൻ്റെ കാര്യം തീർച്ചയായി കഴിഞ്ഞു, സമ്മതിച്ചു. പക്ഷേ ഞാൻ മരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ രക്ഷപ്പെടുമെന്നാണ് കരുതുന്നത്? ഇത് ഞങ്ങളുടെ പ്രദേശമാണെങ്കിലോ? മരണം നിങ്ങളെ ചൂഴ്ന്നു നിൽക്കുകയാണെന്ന് ഞാൻ പറയും. നമ്മൾ രണ്ടുപേരും ഇപ്പോൾ മരണത്തിൻ്റെ തടവുകാരാണെന്ന് എനിക്ക് തോന്നുന്നത്. മരണത്തെ ചൂണ്ടിക്കാണിച്ച് ഭയപ്പെടുത്തണ്ട. നിങ്ങളെ ഭയപ്പെടുത്തിയതിന് ഞാനെന്ത് നേടാൻ? താല്പര്യമുണ്ടെങ്കിൽ ഈ സിഗരറ്റുകൾ വാങ്ങി വലിക്കണമെന്നേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. ഈ ബലം പിടുത്തമൊക്കെ മാറ്റി സിഗരറ്റുകൾ വാങ്ങൂ. ചോര ഉറയുന്ന ഈ തണുപ്പിൽ പുലരും വരെ പിടിച്ചു നിൽക്കണ്ടേ? ആ, എടുത്തോളൂ, ഇനിയും എടുത്തോളൂ. എനിക്കിനി എന്തിനാ ഇത്രയും സിഗരറ്റുകൾ? ഇതാ തീപ്പെട്ടി. സത്യം പറയേ, നിനക്ക് മരണത്തെ പേടിയില്ലേ? മരണ വാറണ്ടിൽ ഒപ്പിട്ടാണ് ഞങ്ങൾ ചാവേറുകളാവുന്നത്. പിന്നെന്ത് പേടി? ചോദിച്ചിട്ടും പറഞ്ഞിട്ടും ഫലമില്ലെന്നറിയാം. എന്നാലും ചോദിക്കുക, നീ എങ്ങനെ ഈ കൊലയാളി സംഘത്തിൽ? അനീതിയാണ് എവിടെയും. നിർദ്ദയമായ ഒരു കൊലപാതകം കണ്ട് കൊലയാളിയായവനാ ഞാൻ. എൻ്റെ ഒരു അടുത്ത ബന്ധുവിനെ നിങ്ങളുടെ ആൾക്കാർ വെടിവെച്ചിട്ടത് എൻ്റെ മുമ്പിൽ വെച്ചാ.
എനിക്കന്ന് 10-15 പ്രായം. പിന്നീട് എൻ്റെ വഴികൾ മാറി, ജീവിതം തന്നെ മാറി. ഒരു പ്രത്യേക സാഹചര്യത്തിൽ താഴ്വരയിൽ എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടതായി വന്നു. അപ്പോ നീ ഞങ്ങളുടെ താഴ്വരയിലുള്ളവനാണല്ലേ? അതെ. പിന്നെ എങ്ങനെ ഇവിടെ ഇവരുടെ കൂടെ? അത് നിങ്ങൾക്ക് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ. വീട്ടിൽ നിന്നിറങ്ങിയ ഞാൻ ചില ഗ്രൂപ്പുകളുമായി ബന്ധപ്പെട്ടു. എന്താ നിന്റെ പേര്? കുറേ പേരുകളുള്ള ഒരാളാണ് ഞാൻ. ഉസ്താദ് എന്നാണ് അതിലൊരു പേര്. എൻ്റെ ഗ്രൂപ്പുകാർ എന്നെ അങ്ങനെയാണ് വിളിക്കുന്നത്. അതും എപ്പോഴുമല്ല കേട്ടോ. താഴ്വരയിലെ വീട്ടിൽ നിനക്ക് ആരൊക്കെയുണ്ട്? ഇതിപ്പോ ഒരു ചോദ്യം ചെയ്യലിൻ്റെ രീതിയിലാണല്ലോ കാര്യങ്ങൾ. ആ, വീട്ടിൽ ഉമ്മയുണ്ട്. ബാപ്പ നേരത്തെ ഒരു അപകടത്തിൽ മരിച്ചു. പിന്നെ 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 ആരുമില്ല. ഓ, തണുപ്പ് കൂടിയിരിക്കുകയാണല്ലേ. സിഗരറ്റ് പുക ഉള്ളിൽ പോകുമ്പോൾ കുറച്ച് സമാധാനം. ഒരിക്കലെങ്കിലും ഇതൊന്നും വേണ്ടായിരുന്നു എന്ന് തോന്നിയിട്ടില്ലേ? ചുരുങ്ങിയ പക്ഷം വീട്ടുകാരെ കുറിച്ച് ഓർക്കുമ്പോൾ. ഒരു ചാവേർ പടയാളിയുടെ മനസ്സിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്തറിയാം? ഭൂതകാലത്തിൽ നിന്ന് ഒന്നും ഒരാളും അവനെ മാടി വിളിക്കാനില്ല. നീ ചെറുപ്പമാണ്. ആർക്കും എന്തും പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ കഴിയുന്നതാണ് ഈ പ്രായം. ഈ പ്രായത്തിൽ 2 പേരെ കശാപ്പ് ചെയ്തവനാ ഞാൻ. ഓ, രാജ്യത്തിന് വേണ്ടി ചെയ്തതാവില്ലേ അത്? അല്ല, എൻ്റെ രാജ്യത്തിനോ, എന്തിന്, എനിക്ക് വേണ്ടി പോലുമല്ല ഞാനത് ചെയ്തത്. ഞാൻ കൊല്ലുന്നത് ചുരുങ്ങിയ പക്ഷം ഒരാദർശത്തിനും ലക്ഷ്യത്തിനും വേണ്ടിയാണ്. ഈ പ്രായത്തിൽ എന്തും ആദർശമാകും. പിന്നെ നിന്നെ ഉപദേശിച്ച് നേർവഴിക്കാക്കുക എന്നത് എൻ്റെ ഉദ്ദേശവുമല്ല. പറഞ്ഞതേ ഉള്ളൂ. എന്തൊക്കെയായാലും നിങ്ങൾക്ക് എന്നോട് ഇപ്പോൾ തെല്ല് സ്നേഹവും അലിവും ഒക്കെ തോന്നി തുടങ്ങിയിട്ടുണ്ട്. ഏയ് ഇല്ല, നിനക്കങ്ങനെ വെറുതെ തോന്നുന്നതാ. അത് നുണ. ഒരുപക്ഷെ എൻ്റെ പ്രായത്തിൽ ഒരു ഇളയ സഹോദരൻ നിങ്ങൾക്കുണ്ടാകും അല്ലേ? ഇല്ല ഇല്ല, എനിക്കങ്ങനെ ആരുമില്ല. അപ്പോൾ എൻ്റെ പ്രായത്തിൽ ഒരു സഹോദരൻ ഇല്ലാതിരുന്നിട്ട് കൂടി നിങ്ങൾ എന്നെ ഇഷ്ടപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു. എന്താ, ഞാൻ പറഞ്ഞു ശരിയല്ലേ? അവൻ പറഞ്ഞത് ശരിയായിരുന്നു. എനിക്കും അവനുമിടയിൽ തണുപ്പുള്ള ആ രാത്രിയിൽ ഊഷ്മളമായ എന്തോ ഒന്ന് പതിയെ നാമ്പിടുകയായിരുന്നു. വർഷങ്ങളോളം പരിചയമുള്ള പലരെക്കാളും എനിക്കവൻ പരിചിതനായി തോന്നി. നേരം പുലരുമ്പോഴേക്കും അതുവരെ അവനെ ചൂണ്ടി നിന്നിരുന്ന തോക്ക് ഞാൻ താഴെ വെച്ച് കഴിഞ്ഞിരുന്നു. അവൻ എന്നെ കളിപ്പിച്ച് രക്ഷപ്പെടില്ലെന്ന് എനിക്ക് തോന്നി. തോക്ക് താഴെ നിലത്ത് മാറ്റിവെച്ചത് അവൻ ശ്രദ്ധിച്ചിരുന്നു. കൈ കഴച്ചു തുടങ്ങി അല്ലേ? ഞാനത് പറയാനിരിക്കുകയായിരുന്നു. എത്ര നേരമായി അതും പിടിച്ചങ്ങനെ? എന്താ, രക്ഷപ്പെടണമെന്നുണ്ടോ? മരണം നിഴലായി കൂടെയുള്ളപ്പോൾ എന്ത് രക്ഷ? എന്താ, നിങ്ങൾ എന്നെ മരണത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ പോവുകയാണോ? നിന്നെ ഞാൻ രക്ഷപ്പെടുത്തട്ടെ. മരണത്തിൽ നിന്ന്, നിന്റെ ഈ നശിച്ച ജീവിതത്തിൽ നിന്ന് രക്ഷപ്പെടുത്താം. പക്ഷെ ഒന്നുണ്ട്, നീ കീഴടങ്ങണം. കീഴടങ്ങിയ ടെററിസ്റ്റ് എന്ന നിലയിൽ നിനക്ക് മരണശിക്ഷ ഉണ്ടാവില്ല. അതെനിക്ക് ഉറപ്പ് തരാൻ പറ്റും. ഇപ്പോഴും നിങ്ങളുടെ വിധി എന്താണെന്ന് തീരുമാനമായിട്ടില്ല. ആയുധം നഷ്ടപ്പെട്ടതിനാൽ എൻ്റെ വിധി മാത്രമേ നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളൂ. നിങ്ങളുടെ കാര്യം ഇപ്പോഴും 50-50 അതെ, നീ പറഞ്ഞ ആ പകുതി സാധ്യതയുടെ പുറത്താണ് ഞാനിത് നിന്നോട് ചോദിക്കുന്നത്. കീഴടങ്ങിക്കൂടെ? നിനക്ക് ഈ ചാവേർ സംഘത്തിൽ നിന്ന് രക്ഷപ്പെട്ടുകൂടെ? നിങ്ങൾക്കറിയില്ല, ഒരിക്കൽ അകപ്പെട്ടു പോയാൽ പിന്നെ പുറത്തു കിടക്കാനാവാത്ത ചെകുത്താൻ കോട്ട പോലെയാണിതൊക്കെ. ഏതായാലും അകപ്പെട്ടു പോയതാണെന്ന് സമ്മതിച്ചല്ലോ. അല്ല, ഞാൻ തെരഞ്ഞെടുത്തതാണിത്. ചെവിയോർത്തെ, സുബഹ് നമസ്കാരത്തിനുള്ള ബാങ്ക് വിളി കേൾക്കുന്നില്ലേ? ഇനി ഏതാനും നിമിഷങ്ങൾ കൂടിയേ ഉള്ളൂ വെളിച്ചം വീഴാൻ. തണുപ്പൊട്ട് കുറയുന്നില്ലല്ലോ. സിഗരറ്റ് കരുതിയത് ഏതായാലും നന്നായി. അല്ല, ചോദിച്ചോട്ടെ, നിങ്ങളും താഴ്വരയിൽ നിന്നാണ് വരുന്നത്? അതെ, താഴ്വരയിലാണ് ഞങ്ങളുടെ ഹെഡ് ക്വാർട്ടേഴ്സ്. ഇപ്പോൾ താഴ്വരയാകെ പൂത്തു നിൽക്കുകയാവും. പുല്ലുകൾ പോലും പൂവിട്ട് നിൽക്കുന്ന കാലം അല്ലേ?
അതെ, നിറയെ പൂക്കളാണ്. ഞാൻ ആ താഴ്വരയുടെ സൗന്ദര്യം നുകർന്ന് വളർന്നവനാണ്. കോളേജ് പഠിക്കുമ്പം ഞാൻ കവിതകൾ എഴുതുമായിരുന്നു, കാശ്മീരി ഭാഷയിൽ. മിക്കതും പ്രകൃതി വർണ്ണനകൾ, പിന്നെ ചില പ്രണയ കവിതകൾ. വന്ദ ചലി ഷീൻ ഗലിത് മെയ് യേ ബഹാർ. ഇത് ഞാൻ എഴുതിയതല്ല കേട്ടോ, ഗുലാം അഹമ്മദ് മജൂറിന്റെ കവിതയാണിത്. കാശ്മീരി ഭാഷയുടെ മാധുര്യവും കാലത്തിന്റെ പുതിയ തുടിപ്പുകളും മജൂറിന്റെ കവിതയിലുണ്ട്. വന്ദ ചലി ഷീൻ ഗലിത് മെയ് ഈ ബഹാർ. വന്ദ ചലി ഷീൻ ഗലിത് മെയ് ഈ ബഹാർ. ഇതിന്റെ അർത്ഥം അറിയോ നിങ്ങൾക്ക്? ഇല്ല അല്ലേ? ഞാൻ പറയാം. ഹേമന്തം കഴിയും, മഞ്ഞൊരുകും, വസന്തം വീണ്ടും വരും. പഴയ കാലം പാടെ മറന്ന ചാവേർ പോരാളിയിൽ ഇപ്പോഴും കവിതയും സ്നേഹവും ബാക്കി നിൽക്കുന്നു. എന്താ, ഞാൻ പറഞ്ഞതല്ലേ ശരി? എനിക്കറിയില്ല. തീവ്രവാദിയുടെ മനസ്സിലെ മഞ്ഞും മെല്ലെ ഉരുകി തുടങ്ങുന്നു അല്ലേ? ഏയ് ഇല്ല. നിങ്ങളിപ്പോൾ ഒളിച്ചോടുന്നത് നിങ്ങളിൽ നിന്ന് തന്നെയാണ്. ഒരു നിമിഷ നേരത്തേക്ക് ഞാൻ എൻ്റെ പഴയ കാലങ്ങളിലേക്ക് പോയെന്നേ ഉള്ളൂ. ഇതാ ഈ നിമിഷം ഞാൻ അവയിൽ നിന്നൊക്കെ മടങ്ങി നിങ്ങളുടെ മുമ്പിൽ തിരിച്ചെത്തിയിരിക്കുന്നു. നീ മരിക്കണോ വേണ്ടയോ എന്ന് തൽക്കാലത്തേക്കെങ്കിലും തീരുമാനിക്കേണ്ടത് ഞാനാണ്. ആ ഞാനാ പറയുന്നത്. നീ മരിക്കുന്നില്ല, പക്ഷെ ഒന്നുണ്ട്, കീഴടങ്ങണം. നിയമമനുസരിച്ചുള്ള ശിക്ഷകൾ അനുഭവിച്ച് തീർക്കണം. എന്നിട്ട് നീ നിന്റെ താഴ്വരയെയും പൂക്കളെയും കവിതകളെയും എല്ലാം തിരിച്ചു പിടിക്കണം. പറഞ്ഞില്ലേ, ഞാനിപ്പോൾ ഇവിടെ യാഥാർത്ഥ്യത്തിലേക്ക് തിരിച്ചു വന്നിരിക്കുന്നു. നിങ്ങൾ ആയുധധാരിയായ പട്ടാളക്കാരൻ, ഞാൻ ആയുധം നഷ്ടപ്പെട്ട നിങ്ങളുടെ ശത്രു. ഇനിയിപ്പോൾ സംഭവിക്കാനുള്ളത് സംഭവിക്കണം. അതിനുള്ള സമയമെടുത്തു വരികയാണ്. നോക്കൂ, പ്രകാശമെത്തി തുടങ്ങി. കണ്ടിട്ട് ഇത് നിങ്ങളുടെ പ്രദേശം പോലുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ പ്രഭാതം നിങ്ങളുടെ സൈനിക ജീവിതത്തിലെ ഏറ്റവും വിലമതിക്കപ്പെടുന്ന പ്രഭാതമായിരിക്കും. തീർച്ച. ഈ പ്രഭാതം നിനക്ക് തെറ്റ് തിരുത്താനുള്ള ഒന്നാണ്. ഞാൻ ചെയ്തതും ചെയ്യുന്നതും തെറ്റുകളാണെന്ന് എനിക്ക് തോന്നുന്നില്ലെങ്കിലോ? അത് നീ വെറുതെ പറയുകയാണ്. നിനക്കറിയാലോ, സൈന്യത്തിൽ കൊലപാതകങ്ങൾ അംഗീകരിക്കപ്പെട്ട ഒന്നാണ്. അത് പുകഴ്ത്തപ്പെടാറ് പോലുമുണ്ട്. മനുഷ്യക്കുരുതികളിലൂടെ, ചോരപ്പുഴകളിലൂടെ ഉന്മത്തനായി സഞ്ചരിച്ചു വന്ന എനിക്ക് പോലും ഇതൊക്കെ മതിയായി. കേവലം തൊഴിലും കർമ്മവും മാത്രമാണോ ഒരു മനുഷ്യൻ? പക്ഷേ കർമ്മം ഒരു മനുഷ്യന്റെ വിധി നിശ്ചയിക്കുന്നു. ഇപ്പോ ഈ നിമിഷം നിന്റെ വിധി നിശ്ചയിക്കേണ്ടത് നീ തന്നെയാണ്. പറയ, എനിക്കിപ്പോൾ നിന്റെ മുഖം ഏറെക്കുറെ വ്യക്തമായി കാണാം. ഒക്കെയും മതിയായി എന്ന് നിന്റെ ഈ കണ്ണുകൾ വിളിച്ചു പറയുന്നുണ്ട്. നിന്റെ മുഖത്ത് നിന്ന് എനിക്കത് വായിച്ചെടുക്കാം. പറയ, ഞാൻ പറഞ്ഞതല്ലേ ശരി? അല്ല. ഞാൻ ഉറങ്ങിയപ്പോൾ രക്ഷപ്പെടാൻ നിനക്ക് അവസരമുണ്ടായിരുന്നു. എന്തിന്? എന്നെ കൊലപ്പെടുത്താനുള്ള അവസരം പോലും ഉണ്ടായിരുന്നു. ആ അവസരങ്ങൾ നീ ബോധപൂർവം കൈവിട്ടെങ്കിൽ അതിനർത്ഥം നിന്നിൽ എന്തൊക്കെയോ മാറ്റങ്ങൾ സംഭവിക്കുന്നു എന്ന് തന്നെയാണ്. നിനക്കിതൊക്കെ മതിയായി തുടങ്ങി, അതല്ലേ ശരി? ശരിയാണ്, മതിയായി. പകയും വെറുപ്പും ചോരയും പച്ചമാംസത്തുണ്ടുകളും വെടിപ്പുകയും മതിയായി, ഒക്കെയും മതിയായി. നിങ്ങൾക്കറിയോ, ഇക്കുറി ഞാൻ അതിർത്തി കടക്കുന്നത് ലക്ഷ്യസ്ഥാനങ്ങൾ തകർക്കാനല്ല, നിരപരാധികളെ കൊല്ലാനുമല്ല. താഴ്വരയിലെത്തി രഹസ്യമായെങ്കിലും ഉമ്മയെ ഒരു നോക്ക് കാണണം. വീട് വിട്ടിറങ്ങിയിട്ട് നാളുകൾ എത്രയായെന്നോ? നിങ്ങൾ പറഞ്ഞത് ശരിയാണ്, ഞാൻ ആശയക്കുഴപ്പത്തിലായിരുന്നു. ദാ നോക്ക്,
പുലരി വെളിച്ചത്തിൽ ഇപ്പോഴെല്ലാം വ്യക്തം. ഇത് നിങ്ങളുടെ പ്രദേശമാണ്, നിങ്ങളുടെ രാജ്യമാണ്. നിങ്ങൾക്ക് രക്ഷപ്പെടാനാകും. അങ്ങനെയല്ല, ഇത് നമ്മുടെ പ്രദേശം, ഇത് നമ്മുടെ പ്രഭാതം. ഈ പ്രഭാതത്തിൽ നമ്മൾ ഒരുമിച്ച് രക്ഷപ്പെടും. നീ കീഴടങ്ങിയാൽ മാത്രം മതി. എൻ്റെ കമാൻഡിംഗ് ഓഫീസർ മേജർ സാബ് നല്ല മനുഷ്യനാണ്. ഞാൻ പറയാം സാബിനോട്. വേണ്ട, ആർക്കും എന്നെ രക്ഷപ്പെടുത്താനാകില്ല. ഞാൻ നിന്നെ രക്ഷപ്പെടുത്താം. തിരിച്ച് തീവ്രവാദി ക്യാമ്പുകളിലേക്ക് പോകാൻ പറ്റില്ലെന്നേ ഉള്ളൂ. നീ ഒന്ന് സമ്മതിക്കേ. വേണ്ട, ഒന്നും ശരിയാവില്ല. വകതിരിവില്ലാതെ വഴിപിഴച്ചു പോയ എത്രയോ ചെറുപ്പക്കാർ താഴ്വരയിൽ തിരിച്ചെത്തിയിട്ടുണ്ട്. ശിക്ഷകൾ അനുഭവിച്ചു തീർത്ത് അവരിപ്പോൾ സാധാരണ ജീവിതം നയിക്കുന്നുമുണ്ട്. എനിക്കൊന്നും പറയാനില്ല. പിന്നീട് അവനൊന്നും മിണ്ടിയില്ല. മനസ്സുകൊണ്ട് അപ്പോഴേക്കും അവൻ എനിക്ക് മുന്നിൽ കീഴടങ്ങിക്കഴിഞ്ഞിരുന്നു. മരണത്തിൽ നിന്നും ഒരാളെ രക്ഷപ്പെടുത്തുന്നതിൻ്റെ സന്തോഷമെന്തെന്ന് ഞാൻ ആദ്യമായി അറിഞ്ഞു. മിലിറ്ററി ക്യാമ്പിൽ കമാൻഡിംഗ് ഓഫീസർക്ക് മുന്നിൽ ഞാൻ അവനെ ഹാജരാക്കി. പക്ഷേ അപ്പോഴേക്കും കാര്യങ്ങളാകെ തകിടം മറിഞ്ഞു കഴിഞ്ഞിരുന്നു. ലാൻസ് നായിക് ഹരികൃഷ്ണൻ റിപ്പോർട്ടിംഗ് സർ. ഇതാരാ നിന്റെ കൂടെ? ഇത് സറണ്ടർ ചെയ്ത ഒരു കേസാണ്. ഒരു സാധാരണ മിലിറ്റന്റ്. കീഴടങ്ങുകയോ? എന്താ ഇവന്റെ ശൗര്യമൊക്കെ അങ്ങ് ചോർന്നു പോയോ? താഴ്വരയിൽ നിന്നുള്ളതാ, വഴിതെറ്റിപ്പോയതാ. ഒക്കെയും മാപ്പാക്കണമെന്ന്. മാപ്പോ? അപ്പോൾ നീ ഒന്നും അറിഞ്ഞില്ല? എന്താ എന്താ മേജർ സാബ്? ഇന്നലെ രാത്രി നടന്ന ഓപ്പറേഷനിൽ എനിക്ക് നഷ്ടമായത് 6 ജവാന്മാരെയാണ്. ഇവന്റെ ആൾക്കാരിൽ ഒരുത്തനെ പോലും കിട്ടിയതുമില്ല. മൈ ഗോഡ്. ഏതായാലും നന്നായി. ഇവനെ നമുക്ക് വേണം. ഇറ്റ് ഈസ് എ ബിഗ് ക്യാച്ച്. 6 ജീവന് പകരമായി ഒന്നെങ്കിലും വേണ്ടേ? പുറത്തേക്ക് കൊണ്ടുപോയി തീർത്തുകളാ സാർ. പിന്നെ ഇന്നലെ രാത്രി മുഴുവൻ ഉറക്കം വിളച്ച് നിനക്ക് കിട്ടിയ ഇരയല്ലേ? ചോദ്യം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇവൻ നിനക്കുള്ളതാണ്. നീ തന്നെ വേണം ഇത് ചെയ്യാനും. വി ഹാവ് ടു കീപ്പ് അവർ ട്രൂപ്സ് മൊറൈൽ. സാർ, സറണ്ടർ ചെയ്യാമെങ്കിൽ രക്ഷിക്കാമെന്ന് ഞാൻ ഉറപ്പ് കൊടുത്തതാണ് സാർ. വാക്ക് കൊടുക്കാൻ നീ ആര്? ഇറ്റ് ഇസ് ആൻ ഓർഡർ ആൻഡ് ഒബേ ഇറ്റ്. സാർ പ്ലീസ് സ്റ്റോപ്പ് ഇറ്റ്. ഇറ്റ്സ് മൈ ഓർഡർ. യെസ് സാർ. ഒന്നും മിണ്ടാതെ എനിക്ക് ആ ഉത്തരവനുസരിക്കേണ്ടി വന്നു. ക്യാമ്പിന് പുറത്ത് മരങ്ങൾക്കിടയിലേക്ക് ഞാൻ അവനെ കൊണ്ടുപോയി. കൊല്ലുന്നതിന് മുമ്പ് ഞാൻ അവൻ്റെ കണ്ണുകൾ മൂടിക്കെട്ടി. ആ കണ്ണുകളിലേക്ക് നോക്കാൻ ഞാൻ അശക്തനായിരുന്നു. എന്നിട്ടും ഞാൻ അവയിലേക്ക് നോക്കി. നിർവികാരമായിരുന്നു ആ കണ്ണുകൾ. എങ്കിലും ജീവിക്കാനുള്ള കൊതി ആ നിർവികാരതയ്ക്കിടയിലും എവിടെയൊക്കെയോ ഞാൻ കണ്ടു. ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ. ക്ഷമിക്കൂ സഹോദര, എനിക്ക് വാക്ക് പാലിക്കാൻ കഴിഞ്ഞില്ല. നിങ്ങളുടെ നിസ്സഹായത എനിക്ക് മനസ്സിലാകും. നിങ്ങൾക്കിത് അപ്പോൾ തന്നെ ചെയ്യാമായിരുന്നു. രക്ഷപ്പെടാൻ പഴുതുകളുണ്ടായിരുന്നല്ലോ. രക്ഷപ്പെട്ടുകൂടായിരുന്നോ? ചുരുങ്ങിയ പക്ഷം ഞാൻ ഉറങ്ങിയപ്പോഴെങ്കിലും, അല്ലെങ്കിൽ ആ തോക്കെടുത്ത് കൊല്ലാമായിരുന്നില്ലേ നിനക്കെന്നെ? എന്തിന്? ഇന്നലെ പറഞ്ഞ പോലെ ഈ തോക്കിലെ വെടിയുണ്ടകൾ എനിക്കുള്ളത് തന്നെയല്ലേ? ഞാൻ എങ്ങനെ? കൈവിറയ്ക്കുന്നത് എന്തിന്? വേണ്ടതിലധികം കരുണ നിങ്ങൾ എന്നോട് കാണിച്ചിട്ടുണ്ട്. കുറ്റബോധം കൂടാതെ തന്നെ നിങ്ങൾക്കത് ചെയ്യാം. അതിനു മുമ്പ് എനിക്കൊന്ന് നിശബ്ദമായി പ്രാർത്ഥിക്കണം. എന്താ ഇത്ര താമസം? ഡു ഇറ്റ് നൗ. യെസ് സർ. സഹോദര, എന്നോട് പൊറുക്കുക, എന്നോട് പൊറുക്കുക.
അതിർത്തിയിലുണ്ടായ ഏറ്റുമുട്ടലിൽ ഉസ്താദ് എന്നറിയപ്പെടുന്ന കൊടും തീവ്രവാദി കൊല്ലപ്പെട്ടു എന്ന വാർത്ത പിറ്റേന്ന് പത്രങ്ങളിൽ നിന്നും ഞാൻ വായിച്ചത് നിർവികാരതയോടെയാണ്. പക്ഷേ പിന്നീട് ഒരു രാത്രിയിലും എനിക്ക് ഉറങ്ങാനായിട്ടില്ല. കണ്ണുകൾ അടയ്ക്കുമ്പോൾ മനസ്സിൽ തെളിയുന്നത് ആ മുഖമാണ്. പുലർവെട്ടത്തിൽ ഞാൻ കണ്ട ആ മുഖം. പറയൂ ഡോക്ടർ, ശപിക്കപ്പെട്ട ഒന്നല്ലേ എൻ്റെ ജന്മം? ഞാനെന്താ പറയുക, ഒക്കെയും ഒരാളോടെങ്കിലും തുറന്നു പറഞ്ഞതിനാൽ എനിക്ക് തോന്നുന്നു നിങ്ങൾക്കൊന്ന് കുഴപ്പമില്ലാതെ ഉറങ്ങാനാവുമെന്ന്. പിന്നെ ഡോക്ടർ അജയ് ശർമ്മ പ്രിസ്ക്രൈബ് ചെയ്ത മരുന്നുകൾ തന്നെയാണ് എനിക്കും എഴുതാനുള്ളത്. അത്യാവശ്യമെങ്കിൽ മാത്രം കഴിക്കാനായിട്ട് ഒരു മരുന്ന് ഞാൻ എഴുതുന്നുണ്ട്. ശരി ഡോക്ടർ. കഥ പറഞ്ഞിരുന്ന് സമയം പോയതറിഞ്ഞില്ല. പിന്നെ സ്വന്തം വണ്ടിയിലാണോ വന്നത്? അല്ല, ഇവിടെ എവിടെയാണ് താമസം? സ്റ്റേഡിയത്തിനടുത്താണ്. ഇത്രയും വൈകിയ സ്ഥിതിക്ക് ഇനി അങ്ങോട്ട് ബസ്സുകൾ കാണൂ? ബസ്സുകൾ കുറവാണ്, എന്നാലും കാണും. സ്റ്റേഡിയത്തിനടുത്താണെങ്കിൽ ഞാനും ആ വഴിക്കാണ്. എൻ്റെ അവിടുന്ന് പിന്നെ നടന്നു പോകേണ്ട ദൂരമേ കാണൂ. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ കൂടെ കാറിൽ വരാം. എന്താ? ഓ, സമയം ഇത്രയും വൈകിയോ? അസ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. കണ്ടില്ലേ നഗരം വിജനമായിരിക്കുന്നത്? ഈ നഗരത്തിൻ്റെ രാത്രികൾക്കിപ്പോൾ കർഫ്യൂ ദിനങ്ങളുടെ ശാന്തതയാണ്. ഭീകരമായതെന്തോ ഒന്ന് തൊട്ടടുത്ത നിമിഷം സംഭവിക്കാൻ പോകുന്ന പോലെ വീർപ്പടക്കി നിൽക്കുകയാണ് നഗരം. നിങ്ങളുടെ ആ ചെറുപ്പക്കാരൻ ഇപ്പോഴും മനസ്സിനെ വിടാതെ പിന്തുടരുകയാണ്. ആ മുഖം അതേ തീവ്രതയിൽ ഇപ്പോഴും എൻ്റെ കൂടെയുണ്ട്. എനിക്കറിയാം, ഒരു മരുന്നിനും എനിക്കിനി ഉറക്കം തരാനാവില്ല. ഇവിടുത്തെ താഴ്വാരത്തിൽ ഞങ്ങളുടെ എത്ര ചെറുപ്പക്കാരാണ് വീടും നാടും ഉപേക്ഷിച്ച് ഒരിക്കലും നടപ്പിലാകാത്ത ഒരു ഭ്രാന്തൻ സ്വപ്നത്തിൻ്റെ പുറകെ പോയി തുലഞ്ഞത്. അതെ, ചെറുപ്പക്കാർ ഉപേക്ഷിച്ചു പോയ നഗരമാണിത്. കുറെ പേർ അതിർത്തിക്കപ്പുറത്തേക്ക്, കുറെ പേർ ഭയന്ന ഗ്രാമങ്ങളിലേക്ക്. ചെറുപ്പക്കാരില്ലാത്ത നഗരം മരിച്ചുപോയ നഗരമല്ലേ? ആത്മാവില്ലാത്ത നഗരം. പിന്നെ നിങ്ങൾ എനിക്കൊരു ഉപകാരം ചെയ്യണം. ഞാൻ എന്താ ചെയ്യേണ്ടത്? പറയൂ ഡോക്ടർ. നിങ്ങളൊന്ന് എൻ്റെ വീട് വരെ വരണം. ഓ, അതിനെന്താ? പക്ഷേ ഇന്ന് ഇത്രയും വൈകിയതല്ലേ? ഇന്ന് തന്നെ വേണോ ഡോക്ടർ? വേണം. എന്താ ഡോക്ടർ വല്ലാതെ? ഞാൻ പറഞ്ഞില്ലേ, ഭ്രാന്തൻ സ്വപ്നത്തിന് പുറകെ പോയ ചെറുപ്പക്കാരുടെ കാര്യം. അക്കൂട്ടത്തിൽ എൻ്റെ ഒരേ ഒരു അനുജനുമുണ്ട്. ഓ മൈ ഗോഡ്. നിങ്ങൾ പറഞ്ഞ കഥയിലെ ആ ചെറുപ്പക്കാരൻ്റെ മട്ടും പ്രകൃതമൊക്കെ കേട്ടിട്ട് എനിക്കെന്തോ പോലെ. അവൻ പറഞ്ഞ കാര്യങ്ങളിൽ ചിലയിടത്തൊക്കെ ചില സാദൃശ്യങ്ങൾ. എനിക്കതൊന്ന് ഉറപ്പാക്കണം. അവനല്ല അതെന്ന് എനിക്കൊന്ന് ഉറപ്പാക്കണം, എൻ്റെ ഒരു മനസ്സമാധാനത്തിന്. ഡോക്ടർ, നിങ്ങൾക്ക് ആ മുഖം മനസ്സിൽ നിന്നും പറിച്ചെറിയാനാകുന്നില്ല എന്നല്ലേ പറഞ്ഞത്? പക്ഷേ ഡോക്ടർ, നിങ്ങൾ വിഷമിക്കണ്ട. ഇത് അവനാകാനിടയില്ല. 2 വർഷം മുമ്പ് വീട് വിട്ടിറങ്ങിയതാണവൻ. താഴ്വരയിൽ ചില ഗ്രൂപ്പുകളുമായി അവനുണ്ടായിരുന്ന ബന്ധത്തിന്റെ പേരിൽ ഞാൻ അവനെ അടിച്ചിറക്കുകയായിരുന്നു. തെറ്റു മനസ്സിലാക്കി അവൻ തിരിച്ചു വരുമെന്നാണ് കരുതിയത്. ഒന്നുമില്ലെങ്കിലും ഉമ്മയെ കാണാനെങ്കിലും അവൻ എത്തുമെന്ന് ഞാൻ കരുതി. ഇല്ല, അവൻ വന്നില്ല. ഉമ്മയാകട്ടെ ഇപ്പോൾ ഒരു മാനസിക തകർച്ചയുടെ വക്കിലാണ്. എൻ്റെ ഒരു സമാധാനത്തിന്, അതിനുവേണ്ടി മാത്രം നിങ്ങൾ എൻ്റെ വീട്ടിലൊന്ന് കയറണം പ്ലീസ്. അത് വേണോ ഡോക്ടർ? നിങ്ങൾ ഭയപ്പെടുന്ന പോലൊന്നും സംഭവിക്കില്ല. എത്രയോ തീവ്രവാദികൾ
ഏറ്റുമുട്ടലുകളിൽ, ആക്രമണങ്ങളിൽ മരിച്ചു വീഴുന്നു. ഒരുപക്ഷേ അതിലേതിലെങ്കിലും ഒന്നിൽ ഇതിനകം തന്നെ. ആർക്കറിയാം? ഇല്ല ഡോക്ടർ, അങ്ങനെ ഒന്നും സംഭവിച്ചിട്ടുണ്ടാവില്ല. അതെ, ഒന്നും സംഭവിച്ചിട്ടുണ്ടാവില്ല. ഒന്നും സംഭവിച്ചിട്ടുണ്ടാകില്ല. അതാ ആ കാണുന്നതാണ് വീട്. കണ്ടില്ലേ, മുകളിൽ മട്ടുപ്പാവിലിരിക്കുന്നത് ഉമ്മയാണ്. ഉമ്മ വേറെ ഏതോ ലോകത്താണ്. ഇപ്പം നമ്മളിവിടെ എത്തിയത് ഉമ്മ അറിഞ്ഞിട്ട് തന്നെ ഉണ്ടാവില്ല. ഞാൻ പറഞ്ഞല്ലോ, ഉമ്മ കാത്തിരിക്കുന്നത് എന്നെയല്ല, അവനെയാണ്. വരൂ, നമുക്കകത്തേക്ക് പോകാം. വരൂ. വരൂ, ഇരിക്കൂ. കുടിക്കാൻ ഞാൻ എന്താ എടുക്കേണ്ടത്? വെള്ളം മതി. ഇരിക്കൂ, ഞാനിപ്പോൾ വരാം. ഇതാ വെള്ളം, തണുപ്പുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഇതാണവൻ. 3-4 വർഷം മുമ്പെടുത്ത ഫോട്ടോയാണ്. വലിയ മാറ്റമൊന്നും വരാനിടയില്ല. നെറ്റിയിലെയും മുറിപ്പാട് ഒരുപക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. ഇനി പറയൂ, ഇതായിരുന്നുവോ ആ ചെറുപ്പക്കാരൻ? ഒന്നുകൂടി സൂക്ഷിച്ചു നോക്കൂ, എന്നിട്ട് പറയൂ, ഇവനല്ലല്ലോ ആ ചെറുപ്പക്കാരൻ. അല്ല. താങ്ക് ഗോഡ്. അത്രയും ആശ്വാസം. പിന്നെ ഏതായാലും ഇവിടെ വരെ വന്നു. ഇനിയിപ്പോൾ അത്താഴമൊക്കെ കഴിച്ചിട്ട് പോകാം. അല്ല, വേണ്ട, എനിക്ക് പോകണം. മുറിയിൽ ഭക്ഷണമുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇന്ന് ഞാൻ നിങ്ങളെ ഒഴിവാക്കുന്നു. മറ്റൊരു ദിവസം നിങ്ങൾക്കെൻ്റെ വിരുന്നിൽ നിന്നും രക്ഷപ്പെടാനാകില്ല. എന്നാ ഞാനങ്ങോട്ട് ഇറങ്ങട്ടെ. എങ്കിൽ വൈകിക്കണ്ട, കാറിൽ കയറൂ, ഞാൻ ഡ്രോപ്പ് ചെയ്യാം. അയ്യോ, അത് വേണ്ട ഡോക്ടർ. ഇവിടുന്ന് നടക്കാനുള്ള ദൂരമല്ലേ ഉള്ളൂ. നേരം ഇത്രയും വൈകിയില്ലേ, തനിച്ചു പോകണ്ട. വേണ്ട വേണ്ട ഡോക്ടർ, ഞാൻ നടന്നോളാം. ഇനി ഒന്നും പറയണ്ട, കാറിൽ കയറ്. പറഞ്ഞത് കേട്ടില്ലേ? ഇങ്ങനെ അന്തിച്ചു നിൽക്കാതെ കാറിൽ കയറ്. നല്ല തണുപ്പ് അല്ലേ? അതെ. നോക്കിയേ, റോഡിലെങ്ങും ഒരൊറ്റ ആളില്ല. ഇതിലൂടെയാണോ നിങ്ങൾ ഒറ്റയ്ക്ക് വരാൻ നിന്നത്? അല്ല, നിങ്ങൾക്കിതെന്തു പറ്റി? ഞാൻ പറഞ്ഞത് കേട്ടില്ലേ? എന്താ ഡോക്ടർ, എന്താ പറഞ്ഞത്? നിങ്ങൾ ഈ ലോകത്തൊന്നുമല്ലേ. എന്തുമാത്രം വിജനമാണ് ഈ റോഡ് എന്ന് പറയുകയായിരുന്നു ഞാൻ. അതെ. സ്റ്റേഡിയത്തിൻ്റെ ഏത് ഭാഗത്തായി വരും വീട്? അത് സ്റ്റേഡിയം കഴിഞ്ഞ് റൈറ്റിലേക്കൊരു കട്ട് റോഡുണ്ട്, അതിൻ്റെ തുടക്കത്തിൽ തന്നെ. ഞാൻ ഇന്നത്തെ ദിവസത്തെക്കുറിച്ച് ആലോചിക്കുകയാണ്. എന്തുമാത്രം യാദൃച്ഛികതകൾ നിറഞ്ഞ ഒന്നാണത് അല്ലേ? നിങ്ങളെന്താ മൂടിയായിരിക്കുന്നത്? ഞാൻ പറഞ്ഞത് ശരിയല്ലേ? മനസ്സിലായില്ല. നമ്മൾ രണ്ടുപേരുടെയും ജീവിതത്തിൽ ഇത്രയധികം യാദൃച്ഛികതകൾ നിറഞ്ഞ ദിവസം മറ്റൊന്നുണ്ടാവുമോ? എന്തു പറയുന്നു? ഡോക്ടർ എന്താ പറയുന്നതെന്ന് എനിക്കിനിയും വ്യക്തമാവുന്നില്ല. കുറച്ചുകൂടി തെളിച്ചു പറയാം. വല്ലാത്തൊരു ദിവസമാണ് ഇന്നത്തേത്. ഈ ദിവസം ഞാൻ എൻ്റെ അനുജന്റെ ഘാതകനെ നേരിൽ കാണുന്നു. നിങ്ങൾ വെടിവെച്ച് വീഴ്ത്തിയവന്റെ ജ്യേഷ്ഠനെയും. ഡോക്ടർ, ഇനി പറയ, അത് അവൻ തന്നെയായിരുന്നില്ലേ?
അത് കുറച്ചു നേരമായി ഞാൻ നിങ്ങളെ ശ്രദ്ധിക്കുന്നു. ഒരു കാര്യം ഞാൻ തുറന്നു പറയാം. കാര്യങ്ങൾ ഒളിപ്പിക്കുവാനുള്ള കൽപ്പൊന്നും നിങ്ങളുടെ ഈ പാവം പിടിച്ച മുഖത്തിനില്ല. ഇനി പറയൂ, അതവൻ തന്നെയായിരുന്നുവല്ലേ? അത് വേണ്ട, എൻ്റെ ഒരു ആശ്വാസത്തിനാണ് നിങ്ങളത് മറച്ചു പിടിക്കുന്നതെങ്കിൽ വേണ്ട. ഒന്നും എന്നെ ആശ്വസിപ്പിക്കില്ല. ഇനിയെങ്കിലും പറയൂ, നിങ്ങളുടെ ആ നശിച്ച രാത്രിയിലെ ചെറുപ്പക്കാരൻ എൻ്റെ അനുജൻ തന്നെയായിരുന്നുവല്ലേ? അതെ ഡോക്ടർ. നിങ്ങൾ വണ്ടിയിൽ നിന്നിറങ്ങണം. എന്താ ഇത് ഡോക്ടർ? പറഞ്ഞത് കേട്ടില്ലേ? വണ്ടിയിൽ നിന്നിറങ്ങാൻ. അങ്ങോട്ട് ആ തടാകത്തിന്റെ കരയിലേക്ക് നടക്ക. ഡോക്ടർ എന്താ ആലോചിക്കുന്നത്? ഒന്നുമില്ല. എനിക്കറിയാം, ഡോക്ടറുടെ ഉള്ളിലിപ്പോ പകയാണ്, എന്നോടുള്ള കൊടും പക. അതെ, കൊന്നാൽ തീരുന്ന പകയാണെങ്കിൽ ഡോക്ടർക്ക് എന്നെ കൊല്ലാം. ശരിയാണ്. നിങ്ങളത് അർഹിക്കുന്നു. എനിക്കത് എളുപ്പവുമാണ്. വിജനമായ ഈ രാത്രിയിൽ എനിക്കത് ചെയ്യാനാകും. നിരായുധനാണ് നീ ഇപ്പോൾ. എന്റെ കയ്യിൽ സ്വയരക്ഷയ്ക്ക് ഞാൻ കരുതിയ തോക്കുണ്ട്. എന്റെ അനുജനെ കൊന്നതുപോലെ പോയിന്റ് ബ്ലാങ്കിൽ നിന്നെ വെടിവെച്ചിടാം. അതല്ലെങ്കിൽ കാറ് ദേഹത്തൂടെ കയറ്റിയിറക്കി അതിക്രൂരമായി, അതുമല്ലെങ്കിൽ കഴുത്ത് ഞെരിച്ച് കൊന്ന് ഈ തടാകത്തിന്റെ ആഴത്തിലേക്ക് ചവിട്ടിത്താഴ്ത്താം. ഡോക്ടറുടെ ഇഷ്ടം പോലെ ഞാൻ നിന്നു തരാം ഡോക്ടർ. എത്ര ക്രൂരമായി എങ്ങനെ കൊന്നാലും നിന്നെപ്പോലെ കുറ്റബോധം പേറി നടക്കേണ്ട കാര്യം എനിക്കില്ല. എൻ്റെ ഒരേ ഒരു അനിയനെ കൊന്നവനാണ് നീ. ഞാൻ പറഞ്ഞല്ലോ, നീ മരണം അർഹിക്കുന്നവനാണ്. ജീവിതത്തിൽ നിന്ന് ഇനി ഒന്നും പ്രതീക്ഷിക്കാനില്ലാത്തവനാണ് ഞാൻ. ഡോക്ടർ എന്നെ കൊല്ലണം. എന്നിട്ടും പക തീരുന്നില്ലെങ്കിൽ എൻ്റെ ജഡം വെട്ടിക്കീറണം. വേണ്ടടോ, ഒന്നും വേണ്ട. ഞാൻ എൻ്റെ ഒരു വിഷമത്തിൽ അങ്ങനെയൊക്കെ പറഞ്ഞെന്നേ ഉള്ളൂ. ഒരു നിമിഷ നേരം എന്നിൽ നിന്നോടുള്ള പക നുരഞ്ഞു കയറി എന്നത് സത്യം. ആ ഒരു നിമിഷം നിന്നെ എങ്ങനെ മൃഗീയമായി കൊലപ്പെടുത്താം എന്ന് തന്നെയായിരുന്നു എൻ്റെ ചിന്ത. ഈ പകയും ശത്രുതയും കൊലയുമൊക്കെ നമ്മെ എവിടെ എത്തിക്കാനാണ്? അതൊക്കെ ഒരു ലഹരി പോലെ കൊണ്ടു നടന്ന നിങ്ങൾ ഇപ്പോൾ എവിടെയാണ്? അതൊരു വിശ്വാസമായി കൊണ്ടു നടന്ന എൻ്റെ അനുജനോ? വേണ്ട, ഒന്നും വേണ്ട. ഡോക്ടർ എന്നോട് പൊറുക്കണം. എന്തിന്? ശരിക്കും ഞാൻ നിങ്ങളോട് നന്ദി പറയുകയാണ് വേണ്ടത്. വീട് വിട്ടിറങ്ങുമ്പോൾ അവനൊരു തീവ്രവാദിയായിരുന്നു. എന്നാൽ മരിക്കുമ്പോഴേക്കും അവനൊരു മനുഷ്യനായി മാറിക്കഴിഞ്ഞിരുന്നു. എത്രയോ രോഗികളെ മരണത്തിൽ നിന്ന് ജീവിതത്തിലേക്ക് കൊണ്ടുവന്നിട്ടുള്ള എനിക്ക് സ്വന്തം അനുജന് ജീവിതം കൊടുക്കാനായില്ല. എന്നാൽ നിങ്ങൾക്ക്, മനുഷ്യരെ കൊന്നുതള്ളി അറപ്പുമാറ്റിയ നിങ്ങൾക്ക് അവനെ തിരുത്താനായി. ഡോക്ടർ വിഷമിക്കരുത്. ഇല്ല, പക്ഷെ സുഹൃത്തെ, എനിക്ക് നിങ്ങളോടൊരു കാര്യം ചോദിക്കാനുണ്ട്. എന്താ ഡോക്ടർ? ഒരു രാത്രി മുഴുവൻ ഒരുമിച്ച് കഴിഞ്ഞതല്ലേ? കാര്യങ്ങളൊക്കെ പരസ്പരം മനസ്സ് തുറന്നു പറഞ്ഞതല്ലേ? എന്നിട്ടും ഇങ്ങനെയൊരു ജ്യേഷ്ഠനുള്ള കാര്യം അവൻ പറഞ്ഞില്ലേ? അത് ഉമ്മയെക്കുറിച്ചൊക്കെ പറഞ്ഞു. പക്ഷേ ഒന്ന് ഓർത്തു നോക്കൂ, ഒന്നും പറഞ്ഞില്ലേ? വീട്ടിൽ നിന്നും അടിച്ചിറക്കിയ ക്രൂരനായ ജ്യേഷ്ഠനെ കുറിച്ച് ഒന്നും, ഒരിക്കൽ പോലും? ഇല്ല ഡോക്ടർ. ഇറ്റ്സ് ഓൾ റൈറ്റ്. പോട്ടെ,
മരണത്തിലും അവന് ഈ ജ്യേഷ്ഠനോട് പൊറുക്കാനായിട്ടില്ല എന്നർത്ഥം. സാരമില്ല. ഇറ്റ്സ് ഓൾ റൈറ്റ് ഡോക്ടർ. ഇറ്റ്സ് ഓൾ റൈറ്റ്. അപ്പോൾ സുഹൃത്തെ, എന്താ ഡോക്ടർ? രാത്രി ഏറെ വൈകി. നമുക്കിനി പോയാലോ? വരൂ, കയറിക്കൊള്ളൂ. ശത്രു നാടകം സമാപിക്കുന്നു. കഥാപാത്രങ്ങളും ശബ്ദം പകർന്നവരും: പട്ടാളക്കാരൻ സിദ്ദിഖ്, ഡോക്ടർ RC ഗോപാൽ, തീവ്രവാദി അബ്ദുള്ള നന്മണ്ട, മേജർ D പരമേശ്വരൻ പോറ്റി, സാങ്കേതിക സഹായം ജോസഫ് പ്രിൻസ്, സർഗാത്മക സഹകരണം ഡോക്ടർ CJ ജോൺ, NK സെബാസ്റ്റ്യൻ, T മോഹൻ, VM ഗിരിജ, ഷാജി യോഹന്നാൻ. നാടകരചനാ സംവിധാനം KV ശരത് ചന്ദ്രൻ. അവതരണം ആകാശവാണി കൊച്ചി നിലയം.